നമസ്കാരം. ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സിൽ ഇന്റർനാഷണൽ വെന്യൂസിനെ കുറിച്ചാണ് ഈ ഒരു ക്ലാസ് നമ്മൾ പഠിക്കുന്നത്. പ്രധാനപ്പെട്ട സമ്മേളനങ്ങളുടെ വേദി, പ്രധാനപ്പെട്ട സ്പോർട്സ് ഈവന്റുകളുടെ വേദി. ഓരോ പരീക്ഷ എഴുതുമ്പോഴും ഏറ്റവും കുറഞ്ഞത് ഒരു മാർക്ക് ഉറപ്പിക്കാവുന്ന ഒരു ഭാഗമാണ് ഇത്. ഇപ്പൊ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഇന്റർനാഷണൽ ഉള്ള കാര്യങ്ങളാണ്. പിന്നീട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നാഷണൽ ലെവലിലെയും സ്റ്റേറ്റ് ലെവലിലെ കാര്യങ്ങൾ വേറൊരു ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പൊ ഇവിടെ നമ്മൾ ഇന്റർനാഷണലുള്ള ചില സംഘടനകളുടെ വേദികൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ആ സംഘടനകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറയുന്നില്ല. കാരണം വേറൊന്നുമല്ല, നമ്മളിവിടെ വെന്യൂസിന് മാത്രം പ്രാധാന്യം കൊടുത്ത് പഠിക്കുകയാണ്. അപ്പോഴെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ G7 അല്ലെങ്കിൽ G20 അല്ലെങ്കിൽ ആസിയാൻ എന്നൊക്കെ പറയുമ്പോൾ ആ സംഘടനയെ കുറിച്ച് അടിസ്ഥാനപരമായ മുഴുവൻ കാര്യങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം. നമ്മുടെ സിലബസിലുള്ളതാണ്. അതല്ലാതെ തന്നെ നമുക്ക് അവയർനെസ് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഒരു മസ്റ്റ് ടോപ്പിക്കാണ്. ഞാൻ ഉറപ്പ് പറയുന്നു, എഴുതുന്ന ഓരോ പരീക്ഷയിലും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് കൂടിയാണ് ഇത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് G20. 2025 G20 ഉച്ചകോടിയുടെ വേദി ജോഹന്നാസ്ബർഗ്, സൗത്ത് ആഫ്രിക്ക. 2025 എവിടെയായിരുന്നു വേദി? ജോഹന്നാസ്ബർഗ്, സൗത്ത് ആഫ്രിക്ക. 2026 മിയാമി, USA. അപ്പൊ പ്രത്യേകിച്ച് കോഡുകളോ കാണാതെ ഒന്നും പഠിക്കരുത്. G20 എന്ന് കേൾക്കുമ്പോഴേ സൗത്ത് ആഫ്രിക്കയും USA-യുമാണ്. 2025 സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലും 2026 USA-യിലെ മിയാമിയിലും നടക്കുന്നു. ക്ലിയർ ആണല്ലോ? G20 ഉച്ചകോടി 2025 വേദി എവിടെയാണ്? ജോഹന്നാസ്ബർഗ്, സൗത്ത് ആഫ്രിക്ക. 2026 എവിടെയാണ്? മിയാമി, USA. G20 ഓക്കെ ആക്കി കഴിഞ്ഞാൽ അടുത്ത G7ലേക്ക് പോകാം. G7 ഉച്ചകോടി 2025 കാനഡ, 2026 ഫ്രാൻസ്. അപ്പോൾ G20യും G7ഉം അത്രയ്ക്ക് പ്രാധാന്യമുള്ളതാണ്. G7 ഉച്ചകോടി 2025 എവിടെ വേദിയായി? കാനഡ. 2026 വേദി ഫ്രാൻസ്. 2026 വേദി എവിടെയാണ്? ഫ്രാൻസ്. 2026 വേദി ഫ്രാൻസ്. നെക്സ്റ്റ് ബ്രിക്സ് ഉച്ചകോടി 2025 17ാം ബ്രിക്സ് ഉച്ചകോടിയായിരുന്നു. റിയോ ഡി ജനീറോ, ബ്രസീൽ. 2025 17ാമത്തെ ബ്രിക്സ് ഉച്ചകോടിയായിരുന്നു. വേദി എവിടെയാണ്? റിയോ ഡി ജനീറോ, ബ്രസീൽ. 2026 18ാമത് ബ്രിക്സ് ഉച്ചകോടിയാണ്. വേദി ന്യൂഡൽഹി, ഇന്ത്യ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ബ്രിക്സ് ഉച്ചകോടി 2025 17ാം ഉച്ചകോടി വേദി എവിടെയാണ്? റിയോ ഡി ജനീറോ, ബ്രസീൽ. 2026 18ാം ഉച്ചകോടി വേദി എവിടെയാണ്? ന്യൂഡൽഹി, ഇന്ത്യ. അപ്പോൾ ക്ലിയർ ആണല്ലോ? G20 ഉച്ചകോടി 2025 ജോഹന്നാസ്ബർഗ്, സൗത്ത് ആഫ്രിക്ക. 2026 മിയാമി, USA. G7 ഉച്ചകോടി 2025 കാനഡ. 2026 ഫ്രാൻസ്. ബ്രിക്സ് ഉച്ചകോടി 2025 റിയോ ഡി ജനീറോ, ബ്രസീൽ. 2026 ന്യൂഡൽഹി, ഇന്ത്യ. 2026 ന്യൂഡൽഹി, ഇന്ത്യ. ക്ലിയർ ആണല്ലോ? ഇനി നാറ്റോ ഉച്ചകോടി. അപ്പൊ ഈ നാറ്റോ ഉച്ചകോടിയൊക്കെ സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കായിരുന്നു. റഷ്യയായിട്ട് ഉള്ള നാറ്റോ ഉച്ചകോടി സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കുമായിരുന്നു. ഈ റഷ്യ യുക്രൈൻ യുദ്ധ സമയത്തൊക്കെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നതാണ് നാറ്റോ. 2025 നാറ്റോ ഉച്ചകോടിയുടെ വേദി ഹേഗ്, നെതർലൻഡ്സ്. 2026 അങ്കാറ, തുർക്കി. ഇമ്പോർട്ടന്റ് ആണ് നാറ്റോ ഉച്ചകോടി. 2025 വേദി എവിടെയാണ്? ഹേഗ്, നെതർലൻഡ്സ്. ഹേഗ്, നെതർലൻഡ്സ്. 2026 അങ്കോറ, തുർക്കി. ഓക്കെ. അപ്പോൾ ഏറ്റവും പ്രാധാന്യമുള്ള 4 എന്ന രീതിയിൽ ഇത് പഠിച്ചിരിക്കണം. ഏറ്റവും പ്രാധാന്യം എന്ന് പറയാൻ കാരണം ഏറ്റവും കൂടുതൽ തവണ ഇന്റർനാഷണൽ ഇവന്റ്സിന്റെ വെന്യൂസ് ചോദിച്ചിട്ടുള്ളത് ഈ 4 സംഘടനകളെ കുറിച്ചാണ്. അപ്പോൾ 2025 G20 ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? ജോഹന്നാസ്ബർഗ്, സൗത്ത് ആഫ്രിക്ക. 2025 G20 ഉച്ചകോടി വേദി എവിടെയാണ്? ജോഹന്നാസ്ബർഗ്, സൗത്ത് ആഫ്രിക്ക. 2026 വേദി മിയാമി, USA. 2026 എവിടെയാണ്? മിയാമി, USA. ഇനി G7 ഉച്ചകോടി 2025 വേദി കാനഡ. G7 ഉച്ചകോടി 2025 വേദി എവിടെയാണ്? കാനഡ. 2026 ഫ്രാൻസ്. ബ്രിക്സ് ഉച്ചകോടി 2025 17ാം ഉച്ചകോടിയാണ്. റിയോ ഡി ജനീറോ, ബ്രസീൽ. 2026 18ാം ഉച്ചകോടിയാണ്. ന്യൂഡൽഹി, ഇന്ത്യ. നാറ്റോ ഉച്ചകോടി 2025 ഹേഗ്, നെതർലൻഡ്സ്. 2026 അങ്കാറ, തുർക്കി. ഇനി സ്ഥിരം പരീക്ഷ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന എല്ലാവരും നോക്കി വെക്കേണ്ട 2 ഭാഗമാണ്. ഒന്ന് യുനെസ്കോ വേൾഡ് ബുക്ക് ക്യാപിറ്റൽ, യുനെസ്കോയുടെ ലോക പുസ്തക തലസ്ഥാനം. യുനെസ്കോയുടെ
2025 ലോക പുസ്തക തലസ്ഥാനം റിയോ ഡി ജനീറോ, ബ്രസീൽ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. യുനെസ്കോയുടെ ലോക പുസ്തക തലസ്ഥാനം 2025 റിയോ ഡി ജനീറോ, ബ്രസീൽ. 2025 റിയോ ഡി ജനീറോ, ബ്രസീൽ. 2026 റബാത്ത്, മൊറോക്കോ. മൊറോക്കോയിലെ റബാത്തിലാണ് 2026 വേൾഡ് ബുക്ക് ക്യാപിറ്റൽ വരുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, ഉറപ്പായും എക്സ്പെക്ട് ചെയ്യേണ്ട ഇൻഡിവിജ്വൽ ക്വസ്റ്റൻ ആണ്. യുനെസ്കോയുടെ ലോക പുസ്തക തലസ്ഥാനം 2025 എവിടെയാണ്? റിയോ ഡി ജനീറോ, ബ്രസീൽ. റിയോ ഡി ജനീറോ, ബ്രസീൽ. 2026 റബാത്ത്, മൊറോക്കോ. റബാത്ത്, മൊറോക്കോ. നെക്സ്റ്റ്, വേൾഡ് എൻവയോൺമെന്റൽ ഡേ, ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് 2025 വേദിയായ രാജ്യം ദക്ഷിണ കൊറിയ. ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് 2025 വേദിയായ രാജ്യം ഏതാണ്? ദക്ഷിണ കൊറിയ. 2026 വേദിയായത് അസർബൈജാൻ. 2026 വേദി എവിടെയാണ്? അസർബൈജാൻ. അപ്പൊ അതും ഇമ്പോർട്ടന്റ് ആണ്. ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് 2025 വേദിയായത് ദക്ഷിണ കൊറിയ. 2025 ദക്ഷിണ കൊറിയ. 2026 വേദി അസർബൈജാൻ. 2026 വേദി എവിടെയാണ്? അസർബൈജാൻ. അസർബൈജാൻ. അപ്പോൾ G20, G7, ബ്രിക്സ്, നാറ്റോ. ഏറ്റവും പ്രാധാന്യം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വളരെ റയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര കോമൺ അല്ലാത്തെല്ലാം ഒഴിവാക്കി മസ്റ്റായും പഠിക്കേണ്ടതാണ് ഉൾപ്പെടുത്തിയത്. യുനെസ്കോയുടെ വേൾഡ് ബുക്ക് ക്യാപിറ്റൽ, വേൾഡ് എൻവയോൺമെന്റൽ ഡേ. ഓക്കെ, നെക്സ്റ്റ് ആസിയാൻ സബ്മിറ്റ് ഇടയ്ക്ക് ചോദിക്കാറുള്ളതാണ്. 2025 ആസിയാൻ ഉച്ചകോടി വേദി കൊലാലംപൂർ, മലേഷ്യ ആയിരുന്നു. 2025 ആസിയാൻ ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? കൊലാലംപൂർ, മലേഷ്യ. 2025 ആസിയാൻ ഉച്ചകോടി വേദി കൊലാലംപൂർ, മലേഷ്യ. 2026 വേദി ഫിലിപ്പൈൻസ്. 2026 വേദി എവിടെയാണ്? ഫിലിപ്പൈൻസ്. അപ്പോൾ ആസിയാൻ സബ്മിറ്റ് 2025 വേദി എവിടെയാണ്? കൊലാലംപൂർ, മലേഷ്യ. 2026 ഫിലിപ്പൈൻസ്. ആസിയാൻ സബ്മിറ്റ് 2025 വേദി കൊലാലംപൂർ, മലേഷ്യ. 2026 ഫിലിപ്പൈൻസ്. ഇനി ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ്, കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി 2025 COP 30 ആയിരുന്നു. ബെലേം, ബ്രസീൽ. ചോദിച്ച ക്വസ്റ്റൻ ആണ്, പലതവണ ഇത് പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. 2025 ലോക കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിക്ക് വേദിയായത് ബെലേം, ബ്രസീൽ. ബെലേം, ബ്രസീൽ. ഇനി 2026 31ാം COP 31 ആണ്, അന്റാലിയ, തുർക്കി. 2026 കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? അന്റാലിയ, തുർക്കി. അന്റാലിയ, തുർക്കി. അന്റാലിയ, തുർക്കി. അപ്പോൾ ക്ലൈമറ്റ് കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി 2025 എവിടെയാണ് വേദി? ബെലേം, ബ്രസീൽ. 2026 അന്റാലിയ, തുർക്കി. 2026 അന്റാലിയ, തുർക്കി. അപ്പോൾ ഏറ്റവും പ്രാധാന്യമുള്ള പോയിന്റുകൾ മാത്രമാണ് പഠിച്ചത്. G20 25ഉം 26ഉം, സൗത്ത് ആഫ്രിക്കയും USA. G7 25, 26, കാനഡ, ഫ്രാൻസ്. ബ്രിക്സ് 25, 26, ബ്രസീൽ, ഇന്ത്യ. ബ്രിക്സ്, ബ്രസീൽ, ഇന്ത്യ. എളുപ്പമാണ്. നാറ്റോ, നെതർലൻഡ്സ്, തുർക്കി. യുനെസ്കോ വേൾഡ് ബുക്ക് ക്യാപിറ്റൽ 2025 ബ്രസീലും 2026 മൊറോക്കോ. സ്ഥലത്തിനാണ് പ്രാധാന്യം. ക്യാപിറ്റൽ ആൻഡ് റിയോ ഡി ജനീറോ, ബ്രസീൽ. റബാത്ത്, മൊറോക്കോ. അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനാഘോഷം 2025 ദക്ഷിണ കൊറിയ, 2026 അസർബൈജാൻ. ഓക്കെ, അപ്പോൾ ഇനി ചെറിയ ഇൻഡിവിജ്വൽ ആയിട്ടൊക്കെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേറൊരു ക്ലാസ്സിൽ പഠിക്കാം. ഫസ്റ്റ് നമ്മൾ ഒരുപാട് വൈഡായിട്ട് പോകാതെ മസ്റ്റായും പഠിക്കേണ്ടത് മാത്രമാണ് ഉൾപ്പെടുത്തിയത്. പിന്നെ ആസിയാൻ സബ്മിറ്റ് 2025 കൊലാലംപൂർ, മലേഷ്യ. 2026 ഫിലിപ്പൈൻസ്. കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി 2025 ബെലേം, ബ്രസീൽ. 2026 അറ്റ്ലാന്റിയ, തുർക്കി. അന്റാലിയ, തുർക്കി. ഇനി സ്പോർട്സ് ഇവന്റിലേക്ക് പോവുകയാണ്. അതും മസ്റ്റായി പഠിക്കേണ്ടത്. ഫിഫയുടെ ഫുട്ബോൾ വേൾഡ് കപ്പ് 2022 നടന്നിരുന്നു. ലാസ്റ്റ് ഖത്തർ ആയിരുന്നു വേദി. ഓർമ്മയുണ്ടാവില്ല എല്ലാവർക്കും. ഇനി ഈ വർഷം 2026 USA, കാനഡ, മെക്സിക്കോ. ഇതിനോടകം തന്നെ 8 തവണ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് പരീക്ഷ കേട്ടോ. ഇതിനോടകം 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന്റെ വേദി USA, കാനഡ, മെക്സിക്കോ. ഔദ്യോഗികമായിട്ട് അതിനുവേണ്ടി പുറത്തിറക്കിയ പന്താണ് ട്രയോണ്ട. ഭാഗ്യചിഹ്നം ക്ലച്ച്, മീപ്പിൾ, സായു. ഇങ്ങനെ 3 മൃഗങ്ങളാണ്, 3 രാജ്യങ്ങൾ. ക്ലച്ച് എന്ന് പറഞ്ഞാൽ പറക്കുന്ന കഴുകനും, മീപ്പിൾ എന്ന് പറഞ്ഞ ഒരു മൂസാണ്, സായു എന്ന് പറഞ്ഞാൽ ഒരു ജാഗ്വാർ ആണ്. ഇനി അപ്പൊ ശ്രദ്ധിച്ചോണം, 2026 വേദി എവിടെയാണ്? USA, കാനഡ, മെക്സിക്കോ. USA, കാനഡ, മെക്സിക്കോ. ആദ്യമായിട്ട് 48 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു ഫുട്ബോൾ വേൾഡ് കപ്പ് എന്നൊരു പ്രത്യേകതയും ഈ 2026 ഫുട്ബോൾ വേൾഡ് കപ്പിന് ഉണ്ട്.
ക്ലച്ച്, മേപ്പിൾ, സായു ഇങ്ങനെ 3 ഭാഗ്യചിഹ്നങ്ങളാണ്. 2030 വേദി മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിൻ. 2030 പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ 100ാം വാർഷികമാണ്. 1930 ഫുട്ബോൾ വേൾഡ് കപ്പ് ആരംഭിക്കുന്നത് ഫിഫയുടെ. അപ്പൊ 100ാം വാർഷികം വെച്ചിട്ടാണ് മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിൻ. 2030 ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ വേദി എവിടെയാണ്? മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിൻ. ക്ലിയർ ആണല്ലോ? ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പ് 2022 വേദി ഖത്തർ, 2026 USA, കാനഡ, മെക്സിക്കോ, 2030 മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിൻ. മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിൻ. അപ്പോൾ ഏറ്റവും വലിയ ഇവന്റ് എന്ന രീതിയിൽ നമ്മൾ പഠിക്കേണ്ടത് ഫുട്ബോൾ വേൾഡ് കപ്പ് ആണ്. ഇനി ഒളിമ്പിക്സ്. സാധാരണ നമ്മൾ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് സമ്മർ ഒളിമ്പിക്സിനെ ബേസ് ചെയ്താണ്. 2024 ലാസ്റ്റ് നടന്നത് പാരീസ് ഒളിമ്പിക്സ്, ഫ്രാൻസ്. 2028 ലോസ് ഏഞ്ചൽസ്, അമേരിക്ക. ഇപ്പൊ 2028 ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണ്? ലോസ് ഏഞ്ചൽസ്, അമേരിക്ക. 2032 ബ്രിസ്ബെയിൻ, ഓസ്ട്രേലിയ. അപ്പോൾ ഒളിമ്പിക്സ് വേദി വളരെ പ്രാധാന്യമുള്ളതാണ്. 2024 വേദി എവിടെയായിരുന്നു? പാരീസ്, ഫ്രാൻസ്. 2024 വേദി പാരീസ്, ഫ്രാൻസ്. 2028 വേദി ലോസ് ഏഞ്ചൽസ്, അമേരിക്ക. 2028 വേദി ലോസ് ഏഞ്ചൽസ്, അമേരിക്ക. 2032 വേദി ബ്രിസ്ബെയിൻ, ഓസ്ട്രേലിയ. 2032 എവിടെയാണ് വേദി? ബ്രിസ്ബെയിൻ, ഓസ്ട്രേലിയ. ബ്രിസ്ബെയിൻ, ഓസ്ട്രേലിയ. ക്ലിയർ ആണല്ലോ? ഒളിമ്പിക്സ് 2024 പാരീസ്, ഫ്രാൻസ്. 2028 ലോസ് ഏഞ്ചൽസ്, അമേരിക്ക. 2032 ബ്രിസ്ബെയിൻ, ഓസ്ട്രേലിയ. ബ്രിസ്ബെയിൻ, ഓസ്ട്രേലിയ. ഇനി വിന്റർ ഒളിമ്പിക്സ് 2022 ബെയ്ജിംഗ്, ചൈനയിലായിരുന്നു. 2026 ഇപ്പോൾ കഴിഞ്ഞു. മിലൻ, കോർട്ടീന, ഡിയാംബസോ, ഇറ്റലിയിലാണ്. മിലൻ ആൻഡ് കോർട്ടീന, ഡിയാംബസോ അവിടുത്തെ സിറ്റികളാണ് ഇറ്റലി. വിന്റർ ഒളിമ്പിക്സ് 2022 എവിടെയായിരുന്നു വേദി? ബെയ്ജിംഗ്, ചൈന. എവിടെയായിരുന്നു വേദി? ബെയ്ജിംഗ്, ചൈന. 2026 മിലൻ ആൻഡ് കോർട്ടീന ഡി ആംബസോ, ഇറ്റലി. മിലൻ, കോർട്ടീന, ഡിയാംബസോ, ഇറ്റലി. മിലൻ കേട്ടില്ലേ? ഇന്റർ മിലാൻ എന്ന് പറയുന്ന ഫുട്ബോൾ ക്ലബ് ഒക്കെ ഇറ്റാലിയൻ ക്ലബാണ്. ഓക്കെ. അപ്പോൾ ഒളിമ്പിക്സ്, വിന്റർ ഒളിമ്പിക്സ്. ഒളിമ്പിക്സ് സിമ്പിൾ ആണ്. 2024 എവിടെയായിരുന്നു? പാരീസ്, ഫ്രാൻസ്. എവിടെയായിരുന്നു? പാരീസ്, ഫ്രാൻസ്. 2028 എവിടെയാണ്? ലോസ് ഏഞ്ചൽസ്, അമേരിക്ക. 2028 എവിടെയാണ്? ലോസ് ഏഞ്ചൽസ്, അമേരിക്ക. 2032 ബ്രിസ്ബെയിൻ, ഓസ്ട്രേലിയ. 2032 ബ്രിസ്ബെയിൻ, ഓസ്ട്രേലിയ. ഇനി വിന്റർ ഒളിമ്പിക്സ് ആണെങ്കിൽ 2022 ബെയ്ജിംഗ്, ചൈന. ബെയ്ജിംഗ്, ചൈന. 2026 മിലൻ, കോർട്ടീന, ഡിയാംബസോ, ഇറ്റലി. മിലൻ, കോർട്ടീന, ഡിയാംബസോ, ഇറ്റലി. ഇനി കോമൺവെൽത്ത് ഗെയിംസ്. ഇതൊന്ന് ശ്രദ്ധിച്ചോണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2022 ലാസ്റ്റ് കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാം ആയിരുന്നു വേദി. ബർമിംഗ്ഹാം, ഇംഗ്ലണ്ട്. കോമൺവെൽത്ത് ഗെയിംസ്. 2026 ഗ്ലാസ്ഗോ, സ്കോട്ട്ലൻഡ്. ഇത് യഥാർത്ഥത്തിൽ 2026 വേദി ഓസ്ട്രേലിയ ആയിരുന്നു, വിക്ടോറിയ ആയിരുന്നു. അവിടുത്തെ സാമ്പത്തിക പ്രശ്നങ്ങളെ കാരണം അവർ ആ വേദി ഒഴിവാക്കുകയും പെട്ടെന്ന് തന്നെ സ്കോട്ട്ലൻഡ് അത് ഏറ്റെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് വളരെ പ്രാധാന്യമുണ്ട്. സാധാരണ നേരത്തെയൊക്കെ ചോദിച്ച സമയത്ത് പ്രീവിയസ് ക്വസ്റ്റനിലൊക്കെ ഒരുപക്ഷെ ഓസ്ട്രേലിയ എന്ന വേദി കണ്ടിരിക്കും. ഇത് അടുത്തിടെ വന്നൊരു മാറ്റമാണ്. 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണ്? ഗ്ലാസ്ഗോ, സ്കോട്ട്ലൻഡ്. ഗ്ലാസ്ഗോ, സ്കോട്ട്ലൻഡ്. ഇനി നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്, മാറ്റം വന്നേക്കാം എന്നാലും കൺഫേം ആയി വെക്കുന്നത്, 2030 കോമൺവെൽത്ത് ഗെയിംസ് നമുക്ക് അഹമ്മദാബാദ്, ഗുജറാത്ത് ആണ്. കാരണം 2036 അല്ലെങ്കിൽ 2040 ഒളിമ്പിക്സിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഇത് സക്സസ് ആയിട്ട് നടത്തിയാൽ അത് കൂടുതൽ പ്രയോജനകരമാകും. അതുകൊണ്ടാണ് കോമൺവെൽത്ത് ഗെയിംസ് 2030 എവിടെ വെച്ചാണ്? അഹമ്മദാബാദ്. അപ്പോൾ 2022 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ബർമിംഗ്ഹാം, ഇംഗ്ലണ്ട്. 2026 വേദി ഗ്ലാസ്ഗോ, സ്കോട്ട്ലൻഡ്. 2026 വേദി ഗ്ലാസ്ഗോ, സ്കോട്ട്ലൻഡ്. 2030 വേദി അഹമ്മദാബാദ്. 2030 വേദി അഹമ്മദാബാദ്. ക്ലിയർ ആണല്ലോ? കോമൺവെൽത്ത് ഗെയിംസ് 2022 ബർമിംഗ്ഹാം, ഇംഗ്ലണ്ട്. 2026 ഗ്ലാസ്ഗോ, സ്കോട്ട്ലൻഡ്. 2030 അഹമ്മദാബാദ്. ഇനി ഏഷ്യൻ ഗെയിംസ്. 2022 ഏഷ്യൻ ഗെയിംസ് നടന്നു. ഹെൻഷോഗു, ചൈന. ചൈനയിലെ ഹെൻഷോഗു ആയിരുന്നു. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഈ ഏഷ്യൻ ഗെയിംസ് 2022 എവിടെയായിരുന്നു പല വർഷങ്ങളിൽ. ഹെൻഷോഗു, ചൈന. 2026 നഗോയ, ജപ്പാൻ. 2026 ഏഷ്യൻ ഗെയിംസ് ഉണ്ട്, കോമൺവെൽത്ത് ഗെയിംസ് ഉണ്ട്, ഫിഫയുടെ ഫുട്ബോൾ വേൾഡ് കപ്പ് ഉണ്ട്. അപ്പൊ ഒരു പ്രാധാന്യം മനസ്സിലായല്ലോ. നഗോയ, ജപ്പാൻ. 2030 ദോഹ, ഖത്തർ. 2030 എവിടെയാണ് വേദി? ദോഹ, ഖത്തർ. 2034 റിയാദ്, സൗദി അറേബ്യ. 2034 എവിടെയാണ് വേദി? റിയാദ്, സൗദി അറേബ്യ. ഇതൊക്കെ അടുത്തിടെ പ്രഖ്യാപിച്ചാണ് കേട്ടോ. അപ്പോൾ ഏഷ്യൻ ഗെയിംസിനെ സംബന്ധിച്ച് കുറച്ച് വൈഡായിട്ട് പഠിക്കാനുണ്ട്. 2022 ഏഷ്യൻ ഗെയിംസ്. അപ്പൊ ഇത് വളരെ ടഫായിട്ടൊന്നും കാണരുത്, ഒരുമിച്ച് പഠിക്കുകയും ചെയ്യരുത്. ആദ്യം ഫിഫയുടെ ഫുട്ബോൾ വേൾഡ് കപ്പ് 2022 നടന്നു. 26 ഉണ്ട്, 30 ഉണ്ട്, 3 എണ്ണം.
ഒളിമ്പിക്സ് 24 നടന്നു, 28 ഉണ്ട്, 32 ഉണ്ട്. അതുപോലെ വിന്റർ ഒളിമ്പിക്സ് 22, 26 വരെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോമൺവെൽത്ത് ഗെയിംസ് 22, 26, 30, ഏഷ്യൻ ഗെയിംസ് 22, 26, 30, 34. അങ്ങനെ എഴുതി നോക്കിയിട്ട് കൃത്യമായിട്ട് പഠിക്കണം. എന്നിട്ട് ആ സ്ഥലം ഫില്ല് ചെയ്യാൻ നമുക്ക് പറ്റണം. അതാകുമ്പോൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ആ ഓപ്ഷൻ കറക്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഷുവർ ക്വസ്റ്റൻ ആണ്, ഇടുന്ന ഓരോ പരീക്ഷയിൽ ഒരു മാർക്ക് ഉറപ്പിക്കാവുന്ന ക്വസ്റ്റൻ ആണ്. ഏഷ്യൻ ഗെയിംസ് 2022 വേദി ഹൻഷൂഗു ചൈന, 2026 വേദി നഗോയ ജപ്പാൻ, 2026 വേദി നഗോയ ജപ്പാൻ, 2030 വേദി ദോഹ ഖത്തർ, 2030 ദോഹ ഖത്തർ, 2034 വേദി റിയാദ് സൗദി അറേബ്യ, റിയാദ് സൗദി അറേബ്യ. ഇനി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ICC മെൻസ് ODI വേൾഡ് കപ്പ്, പുരുഷന്മാരുടെ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് നമുക്കറിയാം 2023 ഇന്ത്യയിൽ വെച്ച് നടന്നിരുന്നു. അന്ന് ഇന്ത്യയെ പരാജയപ്പെടുത്തി ഓസ്ട്രേലിയ കിരീടം നേടിയിരുന്നു. 2027 വേദി സൗത്ത് ആഫ്രിക്ക. അപ്പൊ വരുന്ന ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് 2027 2027 എന്ന് പറഞ്ഞാൽ ഇനി അധിക ദൂരമൊന്നും ഇല്ല, ഒരു 6 മാസമേ ഉള്ളൂ കേട്ടോ. സൗത്ത് ആഫ്രിക്ക. അപ്പോൾ ICC മെൻസ് ODI വേൾഡ് കപ്പ് 2023 വേദി ഇന്ത്യ, 2027 സൗത്ത് ആഫ്രിക്ക. ICC മെൻസ് T20 വേൾഡ് കപ്പ് കഴിഞ്ഞു പോയതാണ്. 2024 USA വെസ്റ്റ് ഇൻഡീസ്, ഓർമ്മയുണ്ടാവുമല്ലോ, ഇന്ത്യ കിരീടം നേടിയിരുന്നു. 2026 ഇന്ത്യയിലും ശ്രീലങ്കയിലും ഇടത്തിലെ നടന്നു, അപ്പോഴും ഇന്ത്യ കിരീടം നേടി. ICC മെൻസ് T20 വേൾഡ് കപ്പ് 2024 വേദി എവിടെയാണ്? USA വെസ്റ്റ് ഇൻഡീസ്, USA വെസ്റ്റ് ഇൻഡീസ്. 2026 വേദി ഇന്ത്യ ശ്രീലങ്ക. അതേപോലെ ICC വുമൺസ് ODI വേൾഡ് കപ്പ് വനിതകളുടെ ഏകദിന ലോകകപ്പ് 2025 ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ട് നടന്നു, ഇന്ത്യ ജേതാക്കളായിരുന്നു. ICC വുമൺസ് T20 വേൾഡ് കപ്പ് 2026 വേദി ഇംഗ്ലണ്ടാണ്. അപ്പോൾ വനിതകളുടെ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് 2025 ഇതൊക്കെ പറഞ്ഞാൽ തൊട്ടടുത്തേ പ്രഖ്യാപിക്കാറുള്ളൂ. ഇന്ത്യ ശ്രീലങ്ക. ICC വനിതകളുടെ T20 വേൾഡ് കപ്പ് 2026 ഇംഗ്ലണ്ടിലാണ് നടക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സ്പോർട്സ് ഇവന്റുകൾ കൂടി നമ്മൾ പഠിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്റർനാഷണൽ ലെവലാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. റയർ ആയിട്ടുള്ള എല്ലാം ഒഴിവാക്കിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഠിക്കുന്നത് മസ്റ്റായിട്ട് നമ്മൾ പഠിക്കണമെന്ന്. അപ്പോൾ ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പ് 2022 ഖത്തർ, 2026 USA, കാനഡ, മെക്സിക്കോ, 2030 മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിൻ. എഴുതാലോ. ഒളിമ്പിക്സ് 2024 പാരീസ് ഫ്രാൻസ്, 28 ലോസ് ഏഞ്ചൽസ് അമേരിക്ക, 32 ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയ. വിന്റർ ഒളിമ്പിക്സ് 2022 ബെയ്ജിംഗ് ചൈന, 2026 മിലൻ കോർട്ടീന ഡിയാംബസോ ഇറ്റലി. കോമൺവെൽത്ത് ഗെയിംസ് 2022 ബർമിംഗ്ഹാം ഇംഗ്ലണ്ട്, 2026 ഗ്ലാസ്ഗോ സ്കോട്ട്ലൻഡ്. ആ ചേഞ്ച് ശ്രദ്ധിച്ചോണം, 2030 നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അഹമ്മദാബാദാണ്. ഏഷ്യൻ ഗെയിംസ് 2022 ഹൻഷോഗു ചൈന, 2026 നഗോയ ജപ്പാൻ, 2030 ദോഹ ഖത്തർ, 2034 റിയാദ് സൗദി അറേബ്യ. 34 ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ICC മെൻസ് ODI വേൾഡ് കപ്പ് 2023 ഇന്ത്യ, 2027 സൗത്ത് ആഫ്രിക്ക. ICC മെൻസ് T20 വേൾഡ് കപ്പ് 2024 USA-യിലും വെസ്റ്റ് ഇൻഡീസിലുമായിട്ട് നടന്നു, 2026 ഇന്ത്യയിലും ശ്രീലങ്കയിലും. ICC വനിതാ ഏകദിന ലോകകപ്പ് 2025 ഇന്ത്യയിലും ശ്രീലങ്കയിലും. ICC വനിതാ T20 വേൾഡ് കപ്പ് 2026 ഇംഗ്ലണ്ടിൽ വെച്ച് നടക്കും. അപ്പോൾ തീർച്ചയായും ഈ ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്രത്തോളം പ്രാധാന്യമുള്ള വെന്യൂസ് ആണ് നമ്മൾ പഠിച്ചതെന്ന്. തീരുന്നില്ല, റയർ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ നാഷണൽ ലെവലിൽ ഉൾപ്പെടുത്തി ഒരു ക്ലാസ് കൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും. പക്ഷെ എല്ലാ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് മസ്റ്റായിട്ട് നിങ്ങൾ നോക്കി വെക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെന്യൂസ് ഇതാണ്. കൃത്യമായി പഠിക്കുക, മാർക്ക് ഉറപ്പിക്കാം. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.